ഹലോ മച്ചാമാരെ, വെൽക്കം ബാക്ക് ടു കിക്ക് ഓഫ് മച്ചാലിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ ലീഗ് 2025 എന്ന് പറയുന്ന ഗെയിമുണ്ട്. അതുവഴി നമുക്ക് കരിയർ മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടീം ഞാൻ എടുത്ത് വിട്ടിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത്. കാരണം നമുക്ക് 2 പ്ലേയേഴ്സിന് എനിക്ക് അത്യാവശ്യമായിട്ട് വാങ്ങേണ്ടതുണ്ട്. കാരണം നമുക്ക് നല്ല പ്ലേയേഴ്സൊന്നും ഇതുവരെ നല്ല രീതിയിൽ കിടക്കുന്നില്ല. ഉള്ളതെന്ന് പറയാൻ ഡീപ്പോൾ ഡൊസേഴ്സോ അങ്ങനെയുള്ള കുറച്ച് പ്ലേയേഴ്സാണ്, അല്ലാതെ വലിയ രീതിയിലുള്ള പ്ലേയേഴ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിൽറ്റർ അടിച്ചാണ് എടുക്കാൻ തീരുമാനിക്കുന്നത്. അതിന് മുമ്പ് നമുക്ക് ഡിഫോൾട്ട് റെക്കമെൻഡേഷൻ വഴി നമുക്ക് നോക്കാം ഏത് നല്ല പ്ലെയറിനെ കിട്ടുന്നുണ്ടോ എന്ന്. നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല പ്ലെയേഴ്സിനെ കിട്ടുമായിരിക്കും. കിട്ടിയേ കൊള്ളാമെന്നുണ്ട്. ചില പൈസയും അങ്ങനെ സെർച്ച് ചെയ്ത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. അത്ര വലിയ നല്ല പ്ലേയേഴ്സ് ഇല്ല. വാച്ച് ലിസ്റ്റ് നോക്കുമ്പോൾ കുറച്ച് റേറ്റിംഗ് ഉള്ളത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയറിനെ തന്നെയാണ് വാങ്ങാനുള്ളത്. 90 റേറ്റ് 89 റേറ്റൊക്കെ വാങ്ങാനുള്ള പ്ലെയറിനെയാണ്. നമുക്കെന്നാൽ ഫിൽറ്റർ വഴി നമുക്ക് നോക്കാം നല്ല പ്ലെയറിനെ കിട്ടുമായിരിക്കും എന്ന്. ഫിൽറ്റർ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം അർജൻറ്റീന എടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ അത് വേണ്ടാന്ന് വെച്ചു. കാരണം അർജൻറ്റീന എടുത്ത് നല്ല ബ്രസീലിൻ്റെ പ്ലെയറിനെ എടുക്കാം. അർജൻറ്റീനയിൽ സാധാരണ പ്ലെയറിനെ എടുക്കുന്ന ഡീപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡീപ്പോൾ ഏജ് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം പൊസിഷൻ കീപ്പ് ചെയ്യാം. വിങ്ങർ ബാക്കാണ് കൊടുത്തിരിക്കുന്നത് ആദ്യമേ. പിന്നെ നമ്മൾ റേറ്റ് എന്ന് പറയുന്നത് 91 തൊട്ട് 95 വരെയാണ്. ഏജിലോട്ട് പോകുകയാണെങ്കിൽ 32 തൊട്ട് 36 വരെയാണ്. അത് കൊടുത്തില്ല. 32 തൊട്ട് 34 വരെയാണ് നമ്മൾ കൊടുക്കുന്നത്. കറക്റ്റായി വന്നില്ല. അങ്ങനെ പ്ലെയർ ഇല്ലെന്നാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഇനിയും പൊസിഷൻ മാറ്റണം. പൊസിഷൻ ഞാൻ ഫോർവേഡ് എടുത്തിടുവാണ്. ഫോർവേഡ് തന്നെയാണ് വേണ്ടത്. പിന്നെ റേറ്റ് നോക്കുകയാണെങ്കിൽ 86 തൊട്ട് 90 വരെയാണ്. സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക് നല്ല പ്ലെയറിനെ കിട്ടുമില്ല നമുക്ക് നോക്കാം. നല്ല പ്ലെയറിനെ തന്നെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഈ ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല പ്ലെയർ ഉണ്ടെന്ന് ഒരു നല്ല കളിക്കാരൻ ഉണ്ടെന്നുള്ള ഇതിലാണ് കൊടുത്തിരിക്കുന്നത്. റേറ്റ് 87 കൊടുത്തിരിക്കുന്നത്. ബ്രസീലിൽ ഞാൻ നോക്കിയത് തന്നെ 90 അടുത്ത് വരുന്നതാണ്. നമുക്ക് സൈൻ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്നൊക്കെ നമുക്ക് അപ്പോൾ കണ്ടറിയാം. ഗൈസ്, അപ്പം ഏത് പ്ലെയറിനെയാണ് എടുത്തതെന്ന് നിങ്ങൾക്ക് സംശയം വരും. എനിക്കത് കാരണമില്ല. കാരണം ഈ ഗെയിമിനകത്ത് കറക്റ്റ് പേരല്ല കൊടുക്കുന്നത്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ കൊടുത്തതാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊന്നും മനസ്സിലാവാത്ത പേര്. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏത് പ്ലെയറിനെയാണ് സൈൻ ചെയ്തതെന്ന് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ ജഗിളും ചെയ്ത് നമ്മുടെ ചെറുക്കനൊക്കെ 19 നമ്പർ അണിയിച്ച് ഇറങ്ങിയിട്ടുണ്ട്. വീടിന് അടുത്തൊരു പ്ലെയറിനോട് വാങ്ങാനാണ് തീരുമാനം. ഗൈസ്, അപ്പോൾ രണ്ടാമത്തെ സൈനിങ്ങിലോട്ട് നമ്മൾ പോകാൻ പോവാണ്. നമ്മൾ വാങ്ങാൻ പോകുന്നത് റോബർട്ട് എന്ന് പറയുന്ന പ്ലെയറാണ്. കൺഫേം ഒക്കെ അടിച്ചിട്ടുണ്ട്. റോബർട്ടിനെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഒരു ജഗ്ലിങ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മാച്ച് ഇന്ന് തന്നെ കളിക്കാതെ തന്നെ ഒക്കത്തില്ല. അടുത്തൊരു പ്ലേയിങ് വീഡിയോ നമ്മൾക്ക് ഇടുന്നതാണ്. നമ്മൾ ജസ്റ്റ് 2 സൈനിങ് കൂടെ കാണിക്കുകയാണ്. പിന്നെ ട്രാൻസ്ഫറും കൂടെ ഉണ്ട്. അതോടെ നമുക്ക് ഈ വീഡിയോ കാണിച്ചു തരാവുന്നതാണ്. 2 പ്ലേസിനെ കൊടുക്കുന്നതുകൊണ്ട് ഇത് 30 നമ്പർ ആരാണ് നമ്മുടെ ചെറുക്കൻ ജികളൊക്കെ ചെയ്ത് റെഡി അടിക്കുകയാണ്. അടുത്ത ട്രാൻസ്ഫറിലേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നമുക്കിനി പൊസിഷനൊക്കെ കീപ്പ് ചെയ്യണം. പൊസിഷൻ കീപ്പ് ചെയ്യുന്ന വീഡിയോ പിന്നീട് ഒരു വീഡിയോക്കകത്ത് കാണിച്ചു തരാവുന്നതാണ്. നമുക്ക് എങ്ങനെയൊക്കെയാണ് പൊസിഷൻ ഇട്ടേക്കുന്നത് എന്നൊക്കെ. ഇനി നമുക്ക് വാങ്ങാനുള്ള ഇതൊന്നും ഇല്ല. 1000 രൂപ മൈനസാണ്. ഇനി നമുക്ക് ട്രാൻസ്ഫർ കൊടുത്ത് വിടാം. തിരിച്ച് കൊടുക്കാം. മറ്റു ക്ലബിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഇച്ചിരി പൈസ കിട്ടും. ടീം മാനേജ്മെൻറ്റ് കത്തിക്കിടക്കുന്നുണ്ട്. 2 ആൾക്കാരെ കൊടുക്കാൻ നിർബന്ധമില്ല, വേണമെങ്കിൽ കൊടുക്കാം. കാരണം പൈസയും കിട്ടും. പകരം ആളിനെ കിട്ടിയില്ല. നമുക്ക് പറയുന്ന കോൺട്രാക്റ്റ് എടുത്ത് പോയി നമ്മൾ ട്രാൻസ്ഫറിലോട്ട് പോവാം. നമ്മൾ വിരമിക്കാറായ പ്ലേയേഴ്സിനെ നമുക്ക് കാണിക്കുമ്പോൾ ഒരു ഷൂവിൻ്റെ ഒരു ബൂട്ടിൻ്റെ ഒരു പടമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ പ്ലേയേഴ്സിനെയാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ വിൽക്കാവുന്ന ഏറ്റവും റിട്ടയർ ആവാൻ പോകുന്ന പ്ലേയേഴ്സിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് 169 ഐബൻ ഡോർലിംഗ് ഉണ്ട്. അവനെ ഐബൻ ഡോർലിങ്ങിനെ വിൽക്കുകയാണെങ്കിൽ കുറച്ച് പൈസ കിട്ടും. 169 കിട്ടും. 160 രൂപയ്ക്കാണ് കിട്ടുന്നത്. കൺഫേം അടിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ വിൽക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പോണ്ടൊക്കെ റേറ്റ് ഉണ്ട്. 1900 ഉണ്ട്. ഇനി ഒരു സമയം അപ്പോൾ ഇവരൊക്കെ കൊടുക്കേണ്ടി വരും. ഇനി അടുത്ത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പേരത്ര ക്ലിയറായിട്ട് കാണിക്കുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും മാത്രം മതി നിങ്ങളുടെ സൈഡിൽ സപ്പോർട്ടിന്. പിന്നെ അടുത്ത ഏത് ടീമിനാണ് കപ്പടിച്ച് കൊടുക്കേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അതേപോലെ നമ്മൾ ചെയ്യുന്നതാണ്.